ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 5K ഫാമിലി. നമ്മുടെ SLC വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ക്ലാസ് എന്ന് പറയാൻ വേണ്ടി പറ്റൂല, ഒരു ഇൻട്രോ സെക്ഷൻ ആണ്. നിങ്ങൾ ഈ ഇൻട്രോ സെക്ഷൻ തന്നെ കംപ്ലീറ്റ് കേൾക്കണം. സർ, നിങ്ങൾ എന്നെ കംപ്ലീറ്റ് കേൾക്കുന്നത് ഞാൻ ഗ്യാരണ്ടി ആണ്. നിങ്ങൾ എന്റെ കൂടെ കംപ്ലീറ്റ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ A+ അല്ല, 40-40 ഫുൾ മാർക്ക്. A+ അല്ല, 40-40 അല്ലെങ്കിൽ 80-80 മാർക്ക്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മേടിച്ചു തരും. ഞാൻ നിങ്ങളെ മേടിക്കാൻ വേണ്ടി സഹായിക്കും. ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ കംപ്ലീറ്റ് കേൾക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. നിങ്ങൾ 5Kയുടെ കൂടെ ഈ വർഷം ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ സാർ, അത് എങ്ങനെ സ്കോർ ചെയ്യാം? മെല്ലെ മെല്ലെ പറയാം, നോക്കിക്കോളൂ. അതായത് ഫസ്റ്റ് നിങ്ങൾ ഈ ഏടങ്ങൾ കണ്ടതായിരിക്കും, ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. സാർ, എങ്ങനെയാണ് പഠിക്കാം? അതായത് നമുക്ക് എന്തറിയാന്നോ? എന്ത് പഠിക്കണം നമുക്കറിയാം. വാട്ട്, എന്ത് പഠിക്കണം നമുക്കറിയാം. പക്ഷെ നമുക്ക് എന്തറിയില്ലെന്നോ? ഹൗ, എങ്ങനെ പഠിക്കണം എന്നറിയില്ല. നിങ്ങൾ ടീച്ചേഴ്സിനും വേറെ ടീച്ചേഴ്സിനും അല്ല, എങ്ങനെ പഠിപ്പിക്കണം എന്നും അറിയില്ല. സർ, ഈ ഹൗ എന്നുള്ള കാര്യത്തിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടോ? ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നിങ്ങൾ പോകുന്ന റെസ്റ്റോറന്റ്, മന്തി കഴിക്കാൻ പോകുന്ന റെസ്റ്റോറന്റ്, നിങ്ങൾ എല്ലായിടത്തും മന്തി കഴിക്കാൻ പോവോ? ഇല്ല. ചില മന്തി ഷോപ്പൊക്കെ പൂട്ടിയിട്ടുണ്ടാവും. ചില മന്തി ഷോപ്പ് എന്ത് ചെയ്യും? സക്സസ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാ? എല്ലാ മന്തി ഷോപ്പിലും അറിയാം മന്തി ബിസിനസ് ചെയ്യണമെന്ന് അറിയാം, എന്തെന്നറിയാം. പക്ഷെ എന്താ അറിയില്ല, എങ്ങനെയെന്നറിയില്ല. എങ്ങനെ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സക്സസ് ആവുള്ളൂ. അതേപോലെ എങ്ങനെ പഠിക്കണം എന്ന് അറിയണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഫുൾ A+ നല്ല മാർക്കും സ്കോർ ചെയ്യുള്ളൂ. അപ്പൊ അതാണ് ഈ വർഷം 5Kയുടെ കൂടെ വന്നാലും കിട്ടുന്നത്. അപ്പൊ നോക്കിക്കോളൂ. അതായത് നമ്മൾ ഈ വർഷങ്ങളെ പഠിപ്പിക്കുക, കംപ്ലീറ്റ് ബേസിക് പഠിപ്പിക്കും. സർ, ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം, ഓരോന്നോരോന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ കോൺസെപ്റ്റ് പഠിപ്പിക്കും, ഒരു ചാപ്റ്ററിൽ ഒരു ടോപ്പിക് എങ്ങനെയാണ് പഠിപ്പിക്കുക കേട്ടോ. പിന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ, SQ സാമ്പിൾ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കും. പിന്നെ എങ്ങനെയാണ് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിപ്പിക്കും. പിന്നെ ട്രിക്സ്. സർ, ഇതെങ്ങനെ മനസ്സിലായില്ല? ഓരോ ടോപ്പിക് ഇതേപോലെ പഠിപ്പിക്കുക. സർ, ക്ലിയർ ആയില്ല എനിക്ക്? ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഡീറ്റെയിൽ ആയിട്ട് പറയാം, സിമ്പിൾ ആണ്, നോക്കിക്കോളൂ. അതായത് ബേസിക്കോട് ഉദ്ദേശം എന്തെങ്കിലും അറിയോ? നിങ്ങള് 8th-ലും 9th-ലും പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയിണ്ടാവും. അല്ലെങ്കിൽ വേറൊരു കോമഡി എന്താ വെച്ചാല്, നിങ്ങള് 8th-ലും 9th-ലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? തീരെ പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതുവരെ കെമിസ്ട്രിയോ ഫിസിക്സോ മാത്സോ ബയോളജി ഏതുമായിട്ട് ഹിന്ദിയോ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വർഷങ്ങൾ 5Kയുടെ കൂടെ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈസി ആയിരിക്കും. അപ്പൊ സർ, ബേസിക് അതായത് 8th-ലും 9th-ലും പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിരും? ഈ വർഷങ്ങളെ പഠിപ്പിക്കും. നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ സർ, കുറെ പഠിക്കാനല്ലേ? 8th-ലും 9th-ലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പഠിപ്പിക്കും. ഒരുപാട് ടൈം വേണ്ടേ? നമുക്ക് ഈ വർഷം വേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഈ വർഷത്തെ ചാപ്റ്ററിൽ വരുന്ന ബേസിക് മാത്രമേ നിങ്ങൾ പഠിപ്പിക്കുള്ളൂ. ഓക്കെ സർ, ഇപ്പൊ ക്ലിയർ ആയി. അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ചില്ലെങ്കിലും തുടക്കം മുതൽ നിങ്ങൾ പഠിപ്പിക്കും. പല കുട്ടികൾക്കും 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റാത്ത എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ സീരിയസിനോട് ചോദിച്ചാൽ മതി. അവർ 8th-ലും 9th-ലും പഠിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് 10th പ്രയാസമായിരിക്കും. പക്ഷെ നമ്മൾ എന്താണ്? നിങ്ങൾ 8th-ഉം 9th-ഉം ഫസ്റ്റ് പഠിപ്പിക്കുകയാണ്, എന്നിട്ടാണ് നമ്മൾ സിലബസിലേക്ക് പോവുള്ളൂ. ഓക്കെ സർ, ഇപ്പൊ ക്ലിയർ ആയി. ബേസിക് മാത്രം പോരാ, കോൺസെപ്റ്റ് വേണം. സർ, എന്താ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ? എടാ മക്കളെ, കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്, നോക്കിക്കോളൂ. ഞാൻ ഇവിടെ ചിത്രം വരക്കുന്നുണ്ട്. ഇതൊരു മരമാണ്. ഇതൊരു മരം, ഇത് ഭൂമി. മുമ്പിൽ മരം നിൽക്കുകയാണ്. മരത്തിന് എന്തുണ്ട്? ഒരു ബ്രാഞ്ച് ഉണ്ട്. കോൺസെപ്റ്റ് എന്താ പറഞ്ഞുതരാണ് കേട്ടോ. കോൺസെപ്റ്റ് എന്താ പറഞ്ഞുതരാണ്, നോക്കിക്കോളൂ. ഈ മരം ഭൂമിയിൽ ഇങ്ങനെ നിൽക്കണം എന്തുകൊണ്ടാണ്? ഭൂമി എന്നെ പിടിച്ചു വലിക്കുന്നോണ്ടല്ലേ? ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയും. സർ, മനസ്സിലായി. പക്ഷെ ഈ ഭൂമിയിൽ എന്തുണ്ട്? മരം മേലേക്ക് പോകാതെ അടിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ ഐസക് ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണ കഥകൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ന്യൂട്ടൻ എന്താ ആലോചിച്ച്, എന്താണ്ട് ആപ്പിൾ എന്റെ തലയ്ക്ക് തന്നെ വീണ്, എന്തുകൊണ്ട് മേലേക്ക് പോയില്ല? നമ്മളെന്താ ആലോചിക്കാത്ത? ആപ്പിള തേങ്ങ കൊണ്ടായിരിക്കും പണ്ടാറം തേങ്ങ എന്റെ തലയ്ക്ക് തന്നെ വീണെന്ന് ആലോചിക്കാം. പക്ഷെ ന്യൂട്ടൻ എന്താ ആലോചിച്ചോ? എന്തുകൊണ്ട് എന്റെ തലയ്ക്ക് തന്നെ വീണു, മേലേക്ക് എന്തുകൊണ്ട് പോയില്ല? അപ്പൊ ഭൂമി പിടിച്ചു വലിക്കുന്നുണ്ട് ന്യൂട്ടന് മനസ്സിലായി. അതേപോലെ നോക്കിക്കോളൂ, നമ്മൾ മരം എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്രാഞ്ച് ശരിക്കും എന്താണ്? ഇങ്ങനെ നിൽക്കല്ലേ? താഴേക്ക് പോകുന്നുണ്ടോ? ഭൂമി പിടിച്ചു വലിക്കുന്നില്ല, ബ്രാഞ്ചിനെ പിടിച്ചു വലിക്കുന്നില്ല. പക്ഷെ താഴേക്ക് ബ്രാഞ്ച് പോകുന്നുണ്ടോ? കൊമ്പ് പോകുന്നുണ്ടോ? ഇല്ല. ഭൂമി താഴേക്ക് പിടിച്ചു വലിച്ചിട്ടും പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഊർജ്ജം ഉണ്ടല്ലോ, സ്ഥിതി ചെയ്യാനുള്ള ഊർജ്ജം, പുഷ് ചെയ്യാനുള്ള ഊർജ്ജം, ആ ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. സർ, മനസ്സിലായി. ഭൂമി പിടിച്ചു വലിച്ചിട്ടും താഴേക്ക് പോകാതെ സ്ഥിതി ചെയ്യാനുള്ള ഊർജ്ജം, പുഷ് ചെയ്യാനുള്ള ഊർജ്ജം, ആ ഊർജ്ജമാണ് എന്ത്? സ്ഥിതികോർജ്ജം. പിടിച്ചു നിൽക്കാനുള്ള ഊർജ്ജമാണ് എന്ത്? സ്ഥിതികോർജ്ജം. ചലിക്കുണ്ടോ? ഇല്ല. സർ, ഇപ്പൊ ക്ലിയർ ആയി. അപ്പൊ ഒരു കാറ്റ് ഒന്ന് വീശി കഴിഞ്ഞാൽ ഈ കൊമ്പ് താഴേക്ക് പൊട്ടി വീഴും. അപ്പൊ എന്താകും? ആ പിടിച്ചു നിൽക്കാനുള്ള ഊർജ്ജം നഷ്ടപ്പെടും. അപ്പൊ എന്തായിട്ട് മാറും? ചലിക്കും. താഴേക്ക് ചലിക്കൂലേ? ചലിക്കും.
മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന ഊർജ്ജമാണ്, ആ ചലിക്കുന്ന ഊർജ്ജമാണ് എന്ത്? ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. ആ സർ ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ട്. സർ ഒന്നും കൂടി പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ ഡാമിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ, ഷട്ടറൊക്കെ ഉണ്ട്, ഡാമിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇല്ലേ? ഡാമിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ, ഡാമിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇടിച്ചു നിൽക്കുകയാണ്, സ്ഥിതികോർജ്ജമാണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. ഷട്ടർ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്താലോ? ഷട്ടർ മെല്ലെ ഓപ്പൺ ആക്കി, വെള്ളം എന്ത് ചെയ്യും? ഇങ്ങനെ ഒഴുകി ഒഴുകി വരും, ചലിക്കും. ആ ചലിക്കുന്ന ഊർജ്ജമാണ് എന്ത്? ഗതികോർജ്ജം. ഓക്കെ സർ ഇപ്പൊ ക്ലിയർ ആയി. ഇതാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക്കും ഈച്ച് ആൻഡ് എവറി ലൈൻ ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക. ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ പഠിച്ചാല് നിങ്ങൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും സർ തല കിട്ടിയില്ല, വാല് കിട്ടിയില്ല, ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കാണാതെ പഠിക്കൂല നമ്മള്. കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇല്ല. കാണാതെ ഒരിക്കലും ബൈഹാർട്ട് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് സംഭവം. നമ്മൾ ഒരിക്കലും എക്സാം ഹാളിൽ നിന്ന് മറക്കൂല, എവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, മറക്കൂല. നമുക്ക് എപ്പോ ചോദിച്ചാലും എന്ത് ചെയ്യും? കിട്ടും. അപ്പൊ നമ്മൾ കാണാതെ പഠിക്കണോണ്ട് നമ്മൾ എക്സാം ഹാളിൽ പോയി നമ്മൾ എന്ത് ചെയ്യണം? മറക്കണത്. അപ്പൊ ആ കാര്യം ഇനി ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡെയിലി ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആവും, അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ സർ മനസ്സിലാവുന്ന സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺസെപ്റ്റ് കിട്ടിയല്ലോ. അപ്പൊ ഓരോ ടോപ്പിക്കും ഫസ്റ്റ് ബേസിക് പറഞ്ഞുതരും, ആ ടോപ്പിക്ക് വേണ്ട കോൺസെപ്റ്റ് പറഞ്ഞുതരും. സർ അത് മാത്രം മതിയോ? എക്സാമിന് എന്താ ചോദിക്കടാ? എക്സാമിന് ചോദിക്കുക സർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ പഠിപ്പിക്കും. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അത് നമ്മൾ എന്ത് ചെയ്യും? ഈസി ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കും, മീഡിയം ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കും, പിന്നെ ഹാർഡ് ക്വസ്റ്റ്യൻസും പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. ഇതുപോലെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുള്ളൂ? എക്സാമിന് വരുള്ളൂ. എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ പഠിപ്പിക്കാം. ഓക്കെ സർ മനസ്സിലായി, ക്ലിയർ ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ സാമ്പിൾ ക്വസ്റ്റ്യൻസ് മനസ്സിലായി. പിന്നെന്താ സർ PYQ? എടാ PYQ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് 2014 മുതലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സോറി ഞാൻ എന്ത് ചെയ്തല്ലേ, ഞാൻ ഇത് തെറ്റിപ്പോയി. നോക്കിക്കോളൂ, 2014-13 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ ചാപ്റ്ററുകളൊക്കെ പല ചാപ്റ്ററുകളും എന്തുണ്ട്? അന്നും പഠിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ബുക്ക് മാറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഒരു വർഷത്തെ ബുക്ക് മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഒരു വർഷത്തെ ബുക്ക് മാത്രമല്ല, ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ PYQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും ഇതേപോലെ ചാപ്റ്റേഴ്സ് 2013 മുതൽ എന്തുണ്ട്? 2010 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഉണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷ, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, പബ്ലിക്, ഇതൊക്കെ എന്ത് ചെയ്യും? എല്ലാം ഡിസ്കസ് ചെയ്യും. കംപ്ലീറ്റ് മുന്നേ ചോദിച്ച കാലങ്ങളിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരിക. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് പഠിപ്പിച്ചു തരും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നേടുന്നതിന്റെ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യം ഇല്ല, നമ്മൾ കൂടെ നിന്നാൽ മതി. ഓക്കെ സർ മനസ്സിലായി. PYQ മാത്രം പോരെ, ചില കാര്യങ്ങള് നമ്മൾ എത്ര പഠിച്ചാലും എന്തില്ല നമ്മുടെ മനസ്സിൽ നിൽക്കൂല, നമ്മൾ മറന്നുപോകും. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? മറന്നുപോകും. അങ്ങനെ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രിക്ക് പറഞ്ഞു. സർ എന്താണ് ട്രിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രിക്ക് എന്താണ് ട്രിക്ക്? ട്രിക്ക് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ കെമിസ്ട്രിയിലെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ചാപ്റ്ററിലും എല്ലാ സബ്ജക്റ്റിലും തന്നെ ട്രിക്ക് ഉണ്ട് കേട്ടോ. ഒരു ട്രിക്ക് മാത്രം ജസ്റ്റ് എന്ന് പറയാം. ഒരു അമ്മ ഇങ്ങോട്ട് പോയി ടൂർ പോയി. അമ്മക്ക് 3 കുട്ടികളുണ്ട്. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളുണ്ട്. എന്നിട്ട് അമ്മ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാണ്, ഹായ് ഹലോ ലിബി. ഹായ് ഹലോ ലിബി. ലിബിനോട് ചോദിക്കാണ്, ഈ ബിസി ആണോ? അപ്പൊ ലിബി പറഞ്ഞു നോ. സോറി ലിബി എന്ത് പറഞ്ഞു? നോ. ലിബി എന്താ പറഞ്ഞത്? ഞാൻ അല്ല അമ്മേ, ഞാൻ ബിസി എന്നല്ല, നോ. അങ്ങനെയാണ് ഒരു പണിയുണ്ട്. എന്താണ്? ഫുഡ് നീ ജസ്റ്റ് ഫുള്ള് പറയുന്നില്ല. നമുക്ക് 30 എലമെന്റ്സ് ഈ വർഷം കാണാതെ പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആണ്. എങ്ങനെ പഠിച്ചത്? ഹായ് ഹലോ ലിബിയാണ് കുട്ടിന്റെ പേര്. അമ്മ ചാറ്റ് ചെയ്യാണ് വാട്സപ്പില്. ഹായ് ഹലോ ലിബി അല്ലേ? ഈ ബിസി ആണോ? ലിബി പറഞ്ഞു അല്ലമ്മേ, നോ, ഞാൻ ബിസി അല്ല. അങ്ങനെയാണെങ്കിൽ ഫുഡ് നീ. പിന്നെ സോമനൊക്കെ ഉണ്ട്. ഇങ്ങനെ 30 എലമെന്റ്സ് ഒക്കെ പോകുന്നുണ്ട്. 30 എലമെന്റ്സ് അല്ല, നമ്മൾ കംപ്ലീറ്റ് എലമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഈ വർഷം എന്തുള്ളൂ? 30 എലമെന്റ്സ് ഉള്ളൂ. അത് അറ്റുമ്പോൾ കറക്റ്റ് ആണ്. 1 2 3 4 ഓർഡറിൽ നമ്മൾ പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ സർ മനസ്സിലായി, ക്ലിയർ ആണ്. അപ്പോ ഇങ്ങനെ ട്രിക്കിലൂടെയും പഠിക്കുകയാണെങ്കിൽ ചില ടോപ്പിക് എത്ര പഠിച്ചാലും മനസ്സിൽ നിൽക്കില്ല. മനസ്സിലാക്കി പഠിച്ചാൽ ചിലപ്പോൾ മറന്നു പോകും. ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യമില്ല, ഇത് കാണാൻ പഠിക്കേണ്ട കാര്യം തന്നെയാണ്, കോൺസെപ്റ്റ് അല്ല. അപ്പൊ ഇങ്ങനത്തെ കാണാതെ പഠിക്കേണ്ട എന്തെങ്കിലും വന്ന് നമ്മൾ എന്ത് ചെയ്യും? അത് കൺഫ്യൂഷൻ വരുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ട്രിക്കും വെച്ച് പഠിപ്പിച്ചു തരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരു ചാപ്റ്റർ അല്ല, ഒരു ടോപ്പിക്ക് നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കുന്നത്? സർ എങ്ങനെയൊക്കെ പഠിച്ചത്? അതായത് ബേസിക് മനസ്സിലാക്കി, അതിന്റെ കോൺസെപ്റ്റ് കിട്ടി. ബേസിക് പറഞ്ഞാൽ 8ലും 9ലും പഠിച്ച കാര്യങ്ങൾ.
പലപ്പോഴും നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും അവർക്ക് എന്തുകൊണ്ടാണ് പിന്നെ 10ാം ക്ലാസ്സിൽ എത്ര പഠിച്ചാലും മാർക്ക് കിട്ടാൻ എന്തുകൊണ്ടാ, അവർക്ക് ചെറിയ ക്ലാസ് അറിയില്ല, അത് നിങ്ങളെ പഠിപ്പിക്കും, കുഞ്ഞു വിഷയമല്ല. പിന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിപ്പിക്കും, കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി പഠിക്കും. നമ്മൾ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി പഠിച്ചില്ല, സ്ഥിതികോർജും പഠിച്ചില്ല, അത് മനസ്സിലാവാൻ വേണ്ടി എന്താണ് കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ സർ, അങ്ങനെ പഠിച്ചാൽ മാത്രം മതിയോ? ഇല്ല, സാമ്പിൾ ക്വസ്റ്റ്യൻ, എക്സാമിന് ക്വസ്റ്റ്യൻ ആണ് വരിക, ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിപ്പിക്കും. PYQ മുന്നേ കാലങ്ങളിൽ ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് പറഞ്ഞുതരും. പിന്നെ ട്രിക്സും വെച്ച് പറഞ്ഞുതരും. ഇങ്ങനെയാണ് ഒരു ചാപ്റ്റർ അല്ല ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുക. അപ്പൊ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആവില്ലേ? വളരെ ഈസി കാര്യം. ഇപ്പൊ ഈ വർഷം ഫുൾ മാർക്ക് നേടഞ്ഞ് വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒന്നും വേണ്ട. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണ്. ഇതിന്റെ പുറമെ കുറെ ഫീച്ചേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്ന രീതി മാത്രമാണ്, നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ഓക്കെ സർ, മനസ്സിലായി, ക്ലിയർ ആകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബേസിക് പഠിക്കണം എന്നല്ല പറഞ്ഞത്. അപ്പോ നമ്മൾ ബേസിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. തിങ്കളാഴ്ച മുതൽ നമ്മൾ ബേസിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. ബേസിക് ക്ലാസ് പറഞ്ഞാൽ 8ലും 9ലും പഠിച്ചു വരേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അവിടെ തുടങ്ങേണ്ടത്. എന്നിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചാപ്റ്ററിലേക്കൊക്കെ പോകേണ്ടത്. ആ സർ, അപ്പോ 13ാം തീയതി തിങ്കളാഴ്ച ഫസ്റ്റ് തന്നെ ബേസിക് ക്ലാസ് എന്താണ്, കെമിസ്ട്രി ആണ്. ഒറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ബേസിക് ക്ലാസ് തീർക്കില്ല. ഘട്ടം ഘട്ടം ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ പഠിക്കാൻ സുഖമായിരിക്കും. അപ്പൊ നിങ്ങൾ 8ലും 9ലൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയാ ബേസിക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 13ാം തീയതി കെമിസ്ട്രി. സർ, ഇത് പബ്ലിക് ആണോ, നമ്മൾ ആപ്പിൽ മാത്രമാണോ, ആപ്പിലോട്ടൊക്കെ മാത്രമാണോ? നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ക്ലാസ് മാത്രം, ഒരു 1, 2, 3, 4 സെക്ഷൻ എന്ത് ചെയ്യും, പബ്ലിക്കിൽ കൊടുക്കും, യൂട്യൂബിൽ തരും, എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ളൊക്കെ നമ്മൾ എന്തേക്കാരം, ആപ്പിലേക്കാരം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ സർ, ക്ലിയർ ആണ്. 13ാം തീയതി കെമിസ്ട്രി ആണ്. കെമിസ്ട്രി സർ എന്തിനാണ് ബേസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കെമിസ്ട്രി നിങ്ങൾ ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി തുടങ്ങണം നമ്മുടെ ചാപ്റ്റേഴ്സ്. അപ്പൊ ഈ കാർബണിനെ കുറിച്ചുള്ള CH3 പഠിച്ചിട്ടുണ്ടാവും. CH3 ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. CH3 പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ടാവും അല്ലെ? CH3, CH2 വരെ കഴിഞ്ഞ വർഷങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ അതാണ് ഓർഗാനിക് കെമിസ്ട്രി. നമ്മൾ എന്തൊക്കെ പഠിക്കൂട്ടോ, ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഫസ്റ്റ് പറഞ്ഞുതരും. ഓക്കെ സർ, 2 ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി, പിന്നെ പീരിയോഡ് ടേബിൾ ആണ്. അപ്പൊ അതിനൊക്കെ ബേസിക് വേണം. അപ്പൊ അത് ഫസ്റ്റ് കെമിസ്ട്രി. പിന്നെ മാത്സ് പലർക്കും കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാൻ തന്നെ അറിയണ്ടാവില്ല, ഭിന്നസംഖ്യ എന്നതിൽ ഫ്രാക്ഷൻസ് ഒന്നും അറിയണ്ടാവില്ല. അതൊക്കെ പഠിപ്പിച്ചു തരും. കംപ്ലീറ്റ് മാത്സിലെ ബേസിക് പഠിപ്പിച്ചു തരും. പിന്നെ ഫിസിക്സ് ആണ് വരുന്നത്. എന്ത് വരുന്നത്, നമ്മൾ ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. ഫിസിക്സ് പഠിപ്പിക്കും. ഫിസിക്സ് കഴിഞ്ഞാലോ പിന്നെന്താണ്, ഇംഗ്ലീഷ് ഗ്രാമർ ആണ് വരിക. ഇംഗ്ലീഷ് എന്ത് വരിക, ഗ്രാമർ ആണ് വരിക. പിന്നെ മാത്സ്, വീണ്ടും മാത്സ് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ സർ, നമ്മൾ ആപ്പിലുള്ള കുട്ടികൾക്ക് എല്ലാം ഇത് കിട്ടുള്ളൂ. ഏപ്രിലുള്ള കുട്ടികൾക്കാണ് കിട്ടുള്ളൂ. പക്ഷെ ഫസ്റ്റ് 4 എന്ത് ചെയ്യും, ഒരു ഡെമോ ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ യൂട്യൂബിൽ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബാക്കി പിന്നെ മാത്സ് റിപ്പീറ്റ് ചെയ്യാണ്, വീണ്ടും ഇംഗ്ലീഷ് റിപ്പീറ്റ് ചെയ്യാണ്. 24ാം തീയതി വീണ്ടും ഇംഗ്ലീഷ് ആണ്. നിങ്ങൾക്ക് നോട്ടായിട്ട് കിട്ടുട്ടോ, ആ ഒരു സ്ക്രീൻഷോട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വീണ്ടും വീണ്ടും നമുക്ക് കെമിസ്ട്രി എന്താണ് റിപ്പീറ്റ് ആവാണ്. കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. അപ്പൊ സർ, ഒരു പിന്നെ ക്ലാസ്സിന് വീണ്ടും ബേസിക് ആണോ? അല്ല, ഓരോ ദിവസവും ചെറിയ ചെറിയ ക്ലാസ്സുകളായിരിക്കും. അത് പഠിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഓരോക്കെ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോ മാത്സിൽ തന്നെ കുറെ ബേസിക് പഠിക്കണം. അപ്പൊ മെല്ലെ മെല്ലെ പിന്നെ ലാസ്റ്റ് നമ്മൾ 15ാം തീയതി മെയിലാണ് എന്ത് ചെയ്യേണ്ടത്, ക്ലാസ് അവസാനിക്കേണ്ടത്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങുന്നത്, ഈ മാസം 13 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഏപ്രില്, മെയ് 15 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരും സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നത് വരും കേട്ടോ. ഓക്കെ ആണോ, സെറ്റ് ആണല്ലോ? അപ്പൊ ബേസിക് ക്ലാസ് മൊത്തം പഠിക്കും. അപ്പൊ സർ, ഈ മൊത്തം ബേസിക് പഠിച്ചു പിന്നെ ബേസിക് അപ്പോ കെമിസ്ട്രിയും നിങ്ങൾ ഫിസിക്സും മാത്സും ഇംഗ്ലീഷും കെമിസ്ട്രിയും മാത്രമേ ഉള്ളൂ ബേസിക്. ബാക്കി ബേസിക് വേണ്ടേ? ഉണ്ട്. ഇപ്പൊ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിലും ജിയോഗ്രഫി ആണെങ്കിലും എന്ത് വേണം, ബേസിക് വേണം. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യും, ആ ചാപ്റ്ററുകൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് ചെയ്യുക. ഈ ഒരു സബ്ജക്റ്റാണ് കൂടുതൽ എന്ത് ചെയ്യുക, ബേസിക് പഠിച്ചിരിക്കേണ്ടത്. ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ കൂടുതൽ എന്താണ്, നമ്മളെ എന്ത് സെക്ഷനാണ്, ഗ്രാമർ സെക്ഷനുകൾ പഠിപ്പിക്കുക. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ സർ, മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ബേസിക് ക്ലിയർ ആക്കും. സർ, ഇതോടെ ബേസിക് തീരുമോ? ഇല്ല, പിന്നെ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതിന് വേണ്ട ബേസിക് ഒന്നുകൂടി എന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ സർ, ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ബേസിൽ തുടങ്ങുകയാണ് ക്ലാസ്. ഈ വർഷം നമ്മളെ കൂടെങ്കിലും ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടി ആണ് നമ്മൾ പഠിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഇതേപോലെ ബേസിക്കും കോൺസെപ്റ്റും PYക്കും ട്രിക്കും സാമ്പിൾ ക്വസ്റ്റൻസ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂലേ? ആ സർ, കിട്ടും. ഓക്കെയാണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, A+ മേടിച്ചിട്ടുണ്ട്. ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ സർ എന്തൊക്കെയാണ് ഇവിടെ പൈക്ക് കൊടുക്കുന്നത്, ഇതിന്റെ പുറം എന്തൊക്കെ കൊടുക്കേണ്ടത്? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഡയലി എന്തുണ്ട്, ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്. പിന്നെ ലൈവ് ക്ലാസ്സുകൾ മാത്രം അല്ല, നോട്ട്സ് കിട്ടും. പിന്നെ റെക്കോർഡ് ക്ലാസ് കിട്ടും. ലൈവ് ക്ലാസ് മാത്രമല്ല, റെക്കോർഡ് ക്ലാസ്സും കിട്ടും. പിന്നെ PYQ ഡിസ്കഷൻ ഉണ്ട്. പിന്നെ മോഡൽ എക്സാംസ് ഉണ്ട്. പിന്നെ വർക്ക് ഷീറ്റ് ഉണ്ട്. പിന്നെ എക്സാം സീരീസ് ഉണ്ട്. ഇതല്ലാത്ത കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മെന്റർഷിപ്പ് ഉണ്ട്. മെന്റർ ഉണ്ടാകും, പഠിക്കാൻ സുഖത്തിന് വേണ്ടി മെന്റർ ഉണ്ടാകും. പിന്നെ നമ്മുടെ എക്സാമിന് മുന്നിലുള്ള ക്വിക്ക് റിവിഷൻസ് ഉണ്ട്.
പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് എനിക്ക് തരും. പിന്നെ ഇതേപോലെ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഒക്കെ എല്ലാ കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ സെക്ഷൻസ് മാത്രമല്ല, കംപ്ലീറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് എന്ത് ചെയ്യും ഇവിടുന്ന് കിട്ടും. അപ്പോ മെന്റർഷിപ്പോട് കൂടി, മെന്റർ ഞാൻ തന്നെ ആയിരിക്കും. മെന്റർഷിപ്പോട് കൂടി മെന്റർഷിപ്പ് എന്ന് ഉദ്ദേശിച്ചത് കംപ്ലീറ്റ് ആപ്റ്റസ് കിട്ടാനുള്ള മെന്റർഷിപ്പാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പാരന്റ്സ് മീറ്റിംഗ് അടക്കും. പിന്നെ ഓരോ മാസം നിങ്ങൾ അസസ് ചെയ്യും. നിങ്ങളെ അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് എന്തൊക്കെ പ്രോഗ്രസ് ആണ് വേണ്ടത് അത് യൂത്തർക്ക് എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞു തരും. പിന്നെ എന്റെ പുറമെ സബ് മെന്റർമാരുണ്ടാകും. അവരാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ കാര്യം എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക. അപ്പൊ അടിപൊളിയായിട്ട് ഈ വർഷം നമ്മുടെ കൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഗ്യാരണ്ടി ആണ്. എന്താണ്? A+ അല്ല, A+ അല്ല, 80-80, അല്ലെങ്കിലോ 40-40 ഈ മാർക്ക് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരിക. നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് പറയാം. നമ്മുടെ നമ്പർ ഇവിടെ ഉണ്ട്, ജോയിൻ ചെയ്യാൻ നമ്പർ ഇവിടെ ഉണ്ട്, 7356-89-49-56. ഈ നമ്പറിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. നമ്മൾ ഫീസ് പത്ര 2500 ഫീസ് വരുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏറ്റവും കുറഞ്ഞ ഫീസാണ്, നല്ല ക്ലാസ്സുമാണ്. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ ഒരിക്കലും കൂടി താങ്ക് യു. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.